ഹായ് ഗൈസ്, അൺപ്ലഗ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഉത്തര മലബാറിലെ തന്നെ വളരെ വെൽ നോൺ ഒരു ഫാമിലിയും അതേപോലെ തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതേതര നവമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മൾക്കേറെ സുപരിചിതനായ നമ്മുടെ കാസർഗോഡ് പ്രിയപ്പെട്ട കല്ലട്ര മാഹിനാജി സാഹിബിൻ്റെ കൂടെയാണ്. സർ, വെൽക്കം ടു ദ ഷോ. സർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉത്തര മലബാറിലെ തന്നെ വെൽ നോൺ ഒരു ഫാമിലി കൂടിയാണ് കല്ലട്ര ഫാമിലി. എല്ലാ മേഖലകളിലും, അതായത് പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ആതുര സേവനം, ആതുര ശുശ്രൂഷ സേവനം, രാഷ്ട്രീയ മേഖല, എല്ലാറ്റിലും പടർന്നു നിൽക്കുന്ന ഈ ഒരു കല്ലട്ര ഫാമിലി കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു? ആ ഫാമിലിനെ കുറിച്ച് ഒന്ന് പറയാമോ സർ? ഈ ഫാമിലിയുടെ ആരംഭം 1890-കളിൽ കുഞ്ഞുമായിൻകുട്ടി എന്ന ആൾ പയ്യന്നൂരിൻ്റെ അടുത്ത കവായിൽ നിന്ന് കീഴൂർ ഭാഗത്ത് കച്ചവട ആവശ്യത്തിനായി വരികയും അവിടെ ആദ്യമായി ആ ഭാഗങ്ങളിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വീട് നിർമ്മിക്കുകയും അത് പിന്നീട് രൂപാന്തരപ്പെട്ട് കല്ലട്ര ആവുകയും ചെയ്തതാണ് കല്ലട്ര എന്ന ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് അത് കല്ലട്ര എന്ന ഒരു ആ കുടുംബത്തിന് ആ വീടിനെ കല്ല് കെട്ടിയ പുരയിലിൻ്റെ അടുത്തുള്ള വീട് എന്ന് പറഞ്ഞ് അങ്ങനെ നിലവിലും മറ്റും അങ്ങനെയായിരുന്നു രേഖകൾ. പിന്നീട് അത് മറ്റുള്ളവർക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടോ എന്തോ ആയിരിക്കും അത് കല്ലട്രായി. പക്ഷെ ശരിക്കും അത് വന്നത് കല്ല് കൊണ്ടുണ്ടാക്കിയ ആ ഒരു അത് തന്നെയാണ് അതിന്റെ ആ പ്രദേശത്തെ ആദ്യത്തെ കല്ല്. ശരിക്കും എന്താണ് ഈ കല്ലട്ര എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ്. ശരിക്കും ഒരു ഡിഫറെന്റ് നെയിമും കൂടിയാണ്. എങ്ങനെ ഇത് വന്നു, അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മാഹിനാജി സാഹിബ് കല്ലട്ര ഫാമിലിയുടെ എത്രാമത്തെ തലമുറയാണ്? ഞാനിപ്പോൾ എൻ്റെ പിതാവ് ഈ കുഞ്ഞുമായൻകുട്ടിയുടെ മകനായിരുന്നു. 8 മക്കളിൽ ഏറ്റവും ചെറുമകനായിരുന്നു. ഏറ്റവും അവസാനത്തെ മകനായിരുന്നു എൻ്റെ പിതാവ്, അതായത് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി. അപ്പോൾ എങ്ങനെയാണ് സാർ വാപ്പാനെ കുറിച്ചുള്ള ഒന്നാമത്തെ തലമുറയിൽപ്പെട്ടതാണ്. എൻ്റെ ഫാദർ ഇപ്പോൾ മരിച്ച് 83 ഫെബ്രുവരി 28-നായിരുന്നു മരണം. 41 വർഷത്തോളമായി മരണപ്പെട്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പല സാഹിത്യ സ്ഥാപനങ്ങളുടെ സ്ഥാപകന്, അതുപോലെ പല മേഖലകളിലും അദ്ദേഹം രാഷ്ട്രീയ മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ല, പഴയകാലത്ത് അഭിവൃദ്ധ കണ്ണൂർ ജില്ല ട്രഷററായിരുന്നു, ചന്ദ്രിക ഡയറക്ടറായിരുന്നു. ഒരു മൊത്തത്തിലൊരു നിറ സാന്നിധ്യമായിരുന്നു എന്ന് തന്നെ പറയാം വാപ്പ. അപ്പൊ പേഴ്സണലി കുടുംബത്തിൽ വാപ്പാനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ, വാപ്പ എന്ന രീതിയിൽ അബ്ദുൽ ഖാദർ സാഹിബിന്റെ ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? എൻ്റെ വലിയ കാലത്തെല്ലാം ഇന്ന് നോക്കിയാലും തിരക്കായിരുന്നു. ഇപ്പം വീട്ടിൽ രാവിലെ ഉറങ്ങി എണീറ്റത് മുതൽ ഞങ്ങൾ കാണുന്ന കുറച്ച് ആളുകളെയും പല പ്രശ്നങ്ങളുമായി സമീപിക്കുന്ന ആളുകളെയും പിന്നെ മറ്റ് പ്രശ്നങ്ങളുമായി ആളുകളും അദ്ദേഹത്തിൻ്റെ പിന്നെ യാത്രകളുമായിട്ട് എപ്പം ഞങ്ങൾക്ക് കണ്ടു കിട്ടാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു ആ സമയത്തൊക്കെ. അതായത് നിരന്തരം ആൾക്കാരും ആഭഹങ്ങളും. എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പോ മായനാജി സാഹിബിനെയും കുടുംബത്തിൽ കിട്ടാറില്ല എന്നും കൂടി കേൾക്കാറുണ്ട്. അത് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവാറുണ്ട്. അതല്ലേ കുടുംബത്തിൽ അവൈലബിൾ അല്ല. എന്നാൽ ഈ ഇടക്കാണ് കല്ലട്ര ഫാമിലിയുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്തോ നടന്നുണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റി. കുടുംബത്തിൽ ഇത്രയും വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ സാർ, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലായിടവും ഒന്ന് ഒരു മിന്നായം പോലെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, പലരെയും പരിചയപ്പെട്ടത് ഈ അടുത്തുണ്ടായിരുന്ന ഒരു കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു കുടുംബ സംഗമത്തിൽ വെച്ചായിരുന്നു. അതിൽ കൂടിയാണ് ആദ്യം. പിന്നെ വലിയൊരു കുറേ, അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ മൂന്നാമത്തെ തലമുറയിൽപ്പെട്ട ആളുകളുടെ മരിച്ചു ഏകദേശം തീർന്നു. അതിൻ്റെ 4ഉം 5ഉം തലമുറകൾ മരിച്ചു തീർന്നുണ്ട്. എന്നെക്കാളും കുറേ പ്രായം കൂടിയവരായിരുന്നു 4ാമത്തെ തലമുറയും 5ാമത്തെ തലമുറയും ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ അതിലുള്ള കുറേ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഈ സംഗമത്തിൽ തന്നെ ഏകദേശം 5000-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തു. പിന്നെ
ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള കുറേ ഉണ്ട്. അതായത് അവൈലബിൾ അല്ലാത്ത പുറത്ത് Available പോയിട്ട് അല്ലാത്ത അറിയാൻ അങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാർ മിസ്സായി. അറിയാൻ തന്നെ കുടുംബത്തിൻ്റെ ഇത് ബന്ധങ്ങൾ ഇങ്ങനെ അറിയാതെ ഓൺലൈനായിരുന്നു രജിസ്ട്രേഷൻ. അപ്പോൾ ആ രജിസ്ട്രേഷന് വേണ്ടി എല്ലാവർക്കും ലിങ്കെല്ലാം അയച്ചു കൊടുത്തിരുന്നു. പലരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത്ര തന്നെ ഇനി രജിസ്റ്റർ ചെയ്യാനും അതിൽ കൂടുതൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ബാക്കിയുണ്ട് എന്നുള്ളത്. അതായത് പുതിയ ഈ ജെൻസി അതൊന്നും നമുക്ക് പുതിയ ജനറേഷൻ പിള്ളേരെ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും അവരുടേതായ ഒരു മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്ലട്ര മാഹിൻ ഹാജി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു ബ്രാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ വ്യാവസായിക മേഖല, രാഷ്ട്രീയ മേഖലകളിൽ എല്ലാവർക്കും അറിയപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ശാരീരിക രൂപത്തിൽ തന്നെ എവിടെ നിന്നാലും മാഹിൻ ഹാജി സാഹിബിൽ എത്ര ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സ്കൂളിൽ ക്ലാസ്സിൽ ബെഞ്ചിലൊക്കെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഇടയിലെല്ലാം, ഹൈറ്റ് ഉള്ളത് കൊണ്ട്. ബാക്ക് ബെഞ്ചിലായിരുന്നു ഞാനിപ്പോൾ. ബാക്ക് ബെഞ്ചായിരുന്നു കോളേജിലായാലും ബാക്ക് ബെഞ്ചിലായിരുന്നു. അപ്പോൾ ഒരാളും കൂടി തെളിയിച്ചിരിക്കുകയാണ് ബാക്ക് ബെഞ്ചസ് ടോപ്പ് ലെവൽ കാറ്റഗറിയിൽ എത്തിയെന്നുള്ളത്. എന്തായാലും ബാക്ക് ബെഞ്ചസ് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാക്ക് ബെഞ്ചസ് എപ്പോഴും നല്ല വിജിലൻ്റ് ആയിരിക്കും. കാര്യം ടീച്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ എനി ടൈം നമ്മളെ ഫോക്കസ് ആയിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ സാർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മളെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, കോമഡി, റീൽസ് അതൊക്കെ കാണിച്ചു തരാറുണ്ടോ? പേരമക്കളും കുട്ടികളൊക്കെ അതൊക്കെ ആസ്വദിക്കാറുണ്ടോ സാർ? തീർച്ചയായിട്ടും അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ സാർ, കുട്ടി യൂട്യൂബ് ചാനലാക്കി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ലിങ്ക് അയച്ചുകൊണ്ടിരിക്കും. അതെ അല്ലേ, വലിയപ്പോ ഇതൊന്നും നോക്കണം, ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലേ? ആ ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ ഉള്ളത്. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും പുതിയ ജനറേഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് കാസർഗോഡ് ജില്ലാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് സാർ. അത് പ്രത്യേകിച്ച് ഈ ഒരു കാസർഗോഡ് കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത്രക്കും ആ ഒരു പൊസിഷന് വാല്യൂ ഉണ്ട് അല്ലേ സാർ? അപ്പോൾ പലപ്പോഴും കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ടോ പാർട്ടിയുടെ പല കാര്യങ്ങളിലും? ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും കാസർഗോഡിനെ സംബന്ധിച്ച് മറ്റ് ജില്ലക്കാർക്ക് തോന്നുന്നത് കാസർഗോഡ് ഒരു വർഗീയ സംഘർഷ മേഖല എന്നാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തെ തടഞ്ഞു നിർത്തുന്നത് മഞ്ചേശ്വരത്തെയും കാസർഗോഡെയും ജനങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തുകൊണ്ട് മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തുകൊണ്ട് വർഷങ്ങളായി മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് മഞ്ചേശ്വരത്തും കാസർഗോഡും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ സാറേ, മുസ്ലിം ലീഗിനെ മതേതരം നോക്കിക്കൊണ്ട് ജാതി മതം ഇല്ലാതെ മുസ്ലിം ലീഗിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ സാർ? പറയാൻ പറ്റും. നിരവധി മുസ്ലിങ്ങളുടെ വോട്ട് മുസ്ലിം ലീഗിന് കിട്ടുന്നതുകൊണ്ടാണ് നല്ല ഭൂരിപക്ഷത്തിന് ഇങ്ങനെ വിജയിച്ചു വരുന്നത്. അതുമാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു സംഘർഷം എന്ന് പറയുന്നതില്ല. കുറച്ച് ചില ഭാഗങ്ങളിൽ ചിലവർ മദ്യപിച്ചും അല്ലാതെയും വർഗീയ സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ അടുത്ത് ഒരു 10 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരന് ഒരു കട ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ നടക്കുന്നതിനിടയിൽ വെറുതെ പോയി പേര് ചോദിച്ച് കത്തിയെടുത്ത് വെട്ടിയ സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അനാവശ്യമായി ഒരുപാട് ആ പയ്യനിപ്പോൾ ആ സ്ഥാപനം ആരംഭിക്കാൻ ഉദ്ദേശമില്ല. എന്തെന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് ആരംഭിക്കുന്നില്ല. അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനും മുസ്ലിം ലീഗിന് സാധിച്ചത് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ടാണ്. അതേപോലെ റിയാസ് മൗലവി വധം നടന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞതാണ് മുസ്ലിം ലീഗിൻ്റെ MLA-യുടെയും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെയും ഇടപെടൽ കൊണ്ടാണ് കാസർഗോഡ് ഒരു വർഗീയ സംഘർഷം ഇല്ലാതെ ഒരു തടയണ തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ചെറിയൊരു കാര്യമല്ല. ചില കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വിമർശനവും വരുന്നുണ്ട്. ലീഗ് പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും എന്ത് നഷ്ടം സംഭവിച്ചാലും നാട്ടിലെ സമാധാനം കാത്തു സൂക്ഷിക്കണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും മറ്റ് ഘടകങ്ങളുടെയും തീരുമാനവും അത് നടപ്പിലാക്കണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ
അജണ്ട. അതേപോലെ ഞാനൊരു MSFൻ്റെ ഏതോ ഒരു ക്ലിപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ലീഗിൻ്റെ അധികവും കുട്ടികൾ ബൈക്കിൽ ത്രിപ്പിൾ അടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലുമൊക്കെ, അതായത് എനിക്ക് തോന്നുന്നത് മുമ്പത്തെ MLA, അതായത് മരിച്ചുപോയ ഋതുച്ചായിരുന്നു അത് സംസാരിച്ചത്. അതായത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പാർട്ടീനെ കൂട്ടുപിടിക്കരുത്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും ഞങ്ങളെ വിളിച്ചാൽ അതിലൊരു കാര്യം ഉണ്ടാവില്ല, അതിനെ കൊണ്ട് നിങ്ങൾ ഞങ്ങളെ പിണങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളത് 100% ശരിയല്ലേ സാർ? അതെല്ലാം നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്. എന്നിരുന്നാലും ചില വീഴ്ചകൾ, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടി മുമ്പോട്ടും വരുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ, ഈ 3 പേരെ എത്തി ലൈസൻസ് ഇല്ലാതെ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചു പോകുന്നതാണ് അപകടങ്ങളും ആ രക്ഷിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെടാനുള്ള കാരണം ഉണ്ടാകുന്ന അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് ചില സമയങ്ങളിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഇടപെടേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും അത് കർശനമായി അവർക്ക് താക്കീത് നൽകാറുണ്ട്. തീർച്ചയായിട്ടും. സാറ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ കട തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായ ഇഷ്യൂ, അതുപോലെ കാസർഗോഡ് ടൗണിൽ പുതിയതായിട്ട് വരുന്ന ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഇതുപോലെയുള്ള ഇഷ്യൂസ് ബാധിക്കാറുണ്ട് സാർ? ഇവിടുന്ന് ക്യാപിറ്റൽ വിഡ്രോ ചെയ്ത് പുറം നാട്ടിലേക്ക് പോകാറുണ്ടോ ഇവിടുത്തെ? അത് ഇപ്പോൾ കുറേ വർഷങ്ങളായി ഒരു പ്രശ്നമില്ലാതെ കാസർഗോഡ് നേരത്തെ 8 മണി കഴിയുമ്പോൾ എല്ലാ കടകളും 8 മണിയാകുമ്പോഴത്തേക്ക് അടച്ചു പൂട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അത് തുറന്നു വരികയായിരുന്നു. പിന്നെ അത് രാത്രി കാലങ്ങളിൽ കുറച്ച് ലേറ്റാകുന്നവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ അതിനൊരു ഭംഗം വരുത്താനും വേണ്ടി ഇങ്ങനെയുള്ള ചില വർഗീയ ഇപ്പോൾ ഈ മിനിഞ്ഞാന്ന് വെട്ടി നിറയുന്ന ആൾ നേരത്തെ ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അങ്ങനെയുള്ള കുറച്ച് ചുരുക്കം ചിലർ 4-5 പേരാണ് ഈ മനഃപൂർവ്വം അറിഞ്ഞും കൊണ്ട് അക്രമങ്ങൾ അഴിച്ചു വിടുന്നവർ. അവരെ നിയമം തന്നെ ശിക്ഷിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനുള്ള നിർവാഹമില്ല. സർ, ഒരുപക്ഷെ മുന്നണി ആവശ്യപ്പെടുകയാണെങ്കിൽ, UDF ആവശ്യപ്പെടുകയാണെങ്കിൽ, ഉദുമ മണ്ഡലം കാലങ്ങളായിട്ട് UDFൻ്റെ അല്ല, അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി അണികൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതിപ്പം മുന്നണിയിൽ തീരുമാനം വേണം, പിന്നെ പാർട്ടി തീരുമാനം വേണം. മുന്നണിയിൽ ഇനി മുസ്ലിം ലീഗിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയായിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം. പക്ഷെ അങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്ന് മാഹിൻ ഹാജി സാഹിബിനെയാണ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റെടുക്കാൻ, ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ്? ഒന്നും ഏറ്റെടുക്കാതിരിക്കില്ല. പാർട്ടി നേതൃത്വം പറയുകയാണെങ്കിൽ അതും ഏറ്റെടുക്കും. പാർട്ടിയുടെ അടിയന്തര ഘട്ടങ്ങളിൽ എന്ത് ചുമതല എടുക്കാനും സാറ് തയ്യാറാണ്. പെർഫെക്റ്റ്. അപ്പോൾ സാർ, പുതിയതായിട്ടുള്ള ജനറേഷന്, അതായത് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം മേഖലകളിൽ കാസർഗോഡ് വളരെയധികം പിന്നോക്കമാണ്. അതായത് ഞാനൊരു ഉണ്ണിത്താൻ്റെ പ്രസംഗത്തിൽ കേട്ടത്, അതായത് നമ്മുടെ കാസർഗോഡിൻ്റെ MP പ്രസംഗത്തിൽ കേട്ടത്, 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കാസർഗോഡിനെ പറ്റി പ്രത്യേക ഒരു കമ്മീഷനെ വെച്ച് പഠിക്കാൻ നിയോഗിച്ചപ്പോൾ അവർ പറഞ്ഞത്, അതായത് ഏകദേശം ഒരു 10 വർഷം മുമ്പത്തെ കാര്യമാണ്, അടിയന്തരമായി ഒരു 1500ഓളം കോടി അനുവദിച്ചാൽ കാസർഗോഡിൻ്റെ വിവിധ മേഖലകളിൽ, അതായത് മണ്ണിലും പാലത്തിലും തോട്ടിലും റോട്ടിലും കോളേജിലും, അങ്ങനെ അടിയന്തരമായി പാസ്സാക്കിയാൽ ഓടി മറ്റു ജില്ലകളുടെ അടുത്തെങ്കിലും കാസർഗോഡിന് എത്താമെന്നുള്ളത്, അത് ഒരു തരത്തിൽ ശരിയല്ലേ സാർ? ശരിയാണ്. കാസർഗോഡിനെ പൊതുവെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും UDFൻ്റെ ഭരണകാലത്ത് ഇപ്പം മഞ്ചേശ്വരത്ത് റോഡുകൾ PV അബ്ദുൽ റസാഖ് സാഹിബ് MLA ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകൾ ഇന്നും മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഓരോ മുക്കിലും മൂലയിലും നല്ല മെക്കാഡം താറിങ്ങിട്ട റോഡുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലും അതുപോലെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലും കാണുന്നത്. ഇപ്പോൾ LDFൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ മേഖലകളിൽ മാത്രം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ട്. അത് മാറ്റിയെടുത്താൽ നല്ല ഈ 3 നിയോജക മണ്ഡലങ്ങളുടെയും തീരദേശ മേഖലകളിൽ പൊതുവെ UDFന് അനുകൂലമായ മേഖലകളാണ്. ആ ഭാഗങ്ങളിൽ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെടുന്ന തുക വളരെ പരിമിതമാണ്. അപ്പോൾ അത് രാഷ്ട്രീയം നോക്കാതെ ഈ 3 MLA മാരും
ചെയ്യണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതായത് സാർ ഉദ്ദേശിക്കുന്നത് വിഷൻ കാസർഗോഡ് പോലെ ഒരു ഫോക്കസ് ചെയ്ത് ഒരു ക്യാമ്പയിൻ ചെയ്യേണ്ട സമയം, അതിൽ രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി KL14 എന്ന ഒറ്റ ശീർഷകത്തിന്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാമെന്നാണോ? അത് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടാകുന്ന സമയത്ത് കാസർഗോഡിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയിരുന്നു, പ്രഭാകരൻ കമ്മീഷൻ പാക്കേജ് എന്ന്. ഇന്നും അതിൽ നിന്ന് ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മെഡിക്കൽ കോളേജ് പോലും മറ്റ് ജില്ലകളിൽ മുഴുവനും പൂർത്തിയായി. കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഇന്നും ഒരു അനിശ്ചിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അക്കാഡമിക് ബ്ലോക്കിൻ്റെ പ്രവൃത്തി പൂർണ്ണമായെങ്കിലും മറ്റ് സൗകര്യം, ആശുപത്രി കെട്ടിടം നിർമ്മാണം ഇതുവരെ പകുതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഉടനടി പൂർത്തിയാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് എന്ന ജില്ലയിൽ ആവശ്യമാണ്, അത് ആരംഭിക്കണം. അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എയിംസ് സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളും, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് സ്ഥലമുള്ളത് പെരിയയിലാണ്. എയിംസ് സ്ഥാപിക്കുകയാണെങ്കിൽ കാസർഗോഡിന് ആരോഗ്യ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ല നല്ലൊരു ഒരു സൗകര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ സാർ, എയിംസിന്റെ ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്ന് പറയാനുള്ള അവകാശി കാസർഗോഡ് ജില്ലയിലെ സാർ. അതിന് അത്യാവശ്യമായി ലഭിക്കേണ്ടത് അല്ലേ സാർ? അതിന്റെ ഒരു കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ ചികിത്സ കിട്ടാതെ ആളുകൾ മരിച്ചു. കോവിഡ് സമയത്ത് അതിർത്തി കടന്നു പോകാൻ പറ്റാതെ നിരവധി ആളുകൾ മരിച്ചു, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എയിംസ് കാസർഗോഡ് അനുവദിക്കാനും മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങണം. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കാരണവശാലും കാസർഗോഡിനില്ല, കോഴിക്കോടിന് മാത്രമേ നൽകൂ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റണം എന്നാണ് പറയാനുള്ളത്. അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. രാഷ്ട്രീയം നോക്കാതെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാസർഗോഡിനായിരുന്നു അത് ആവശ്യപ്പെട്ടത്. അന്ന് അത് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് കുറച്ച് താമസിച്ച് പിന്നെ ഭരണം മാറിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തിയത്. നമ്മൾക്ക് കിട്ടേണ്ട എയിംസ് കിട്ടുന്നില്ല. നല്ലൊരു സ്പോർട്സ് അക്കാഡമി നമുക്കില്ല സാർ, കാസർഗോഡ് ജില്ലയിലില്ല. ഒരു പേരിനൊരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലാതെ എത്രയോ കുട്ടികൾ +2 സയൻസ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അത്രയും കുട്ടികൾക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജോ മറ്റോ ആതുര ശുശ്രൂഷ മേഖലകളിൽ പഠിക്കാനോ ഒരു തരത്തിലും ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാനോ പറ്റുന്നില്ല. മാംഗ്ലൂറും നമ്മളെ കുട്ടികൾ ബാംഗ്ലൂരും പോയി പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് അഭ്യസ്തവിദ്യരായിട്ടുള്ള എത്രയോ കുട്ടികൾക്കുള്ള അവസരമാണ് സാർ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതൊക്കെ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു അവകാശമല്ലേ സാർ? അത് സർക്കാരിൻ്റെ പല നിയന്ത്രണങ്ങളും കൊണ്ടാണ് ഇപ്പോൾ കർണാടകയെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ളത്. പഴയ കാലങ്ങളിൽ കാസർഗോഡ് നിന്ന് മാത്രമല്ല മറ്റു മേഖലകളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്ന് പോലും കർണാടകയിലെ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും പഠിച്ച വിദ്യാർത്ഥികളാണ് ഇവിടെ നല്ല ബിരുദങ്ങളും പ്രൊഫഷണൽ ബിരുദങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും. പഴയ കാലത്തെ ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും ഒന്നും കേരളത്തിൽ പഠിച്ച ആളില്ല. കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ആകെ 1-2 കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കോളേജ് പിന്നീട് ആരംഭിക്കുന്നതാണ്. അപ്പോൾ പഴയ ആൾക്കാർ ഇപ്പോൾ സെമിനാട്ടിൽ പഠിച്ച് ഡോക്ടർ സെമിനാട് പറയുന്ന അയാളെന്ന് പറഞ്ഞ് മദ്രാസിലായിരുന്നു പഠിച്ചത്. ഇപ്പോൾ കുറച്ച് ഒരു മനസ്ഥിതി അവരുടെ ചിന്താഗതിയാണ്, ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതി മാറ്റിയത് കൊണ്ട്. ഇല്ലെങ്കിൽ UDFൻ്റെ കാലത്ത് അനുവാദം കൊടുത്താലും അതിനെ ആരംഭിക്കാൻ പറ്റാത്ത രീതിയിൽ സമരങ്ങൾ നടത്തി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ആരംഭിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം അതിൽ അവർക്ക് കുറച്ച് മാറ്റം വന്നതുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി ഉണ്ട്. എന്നിരുന്നാലും അത് പൂർണ്ണമായി ഇതുവരെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ വരാനുള്ളൊരു പേടി ഇവരുടെ അനാവശ്യമായ സമരങ്ങളും നിയമങ്ങളും മൂലം വരാനുള്ള പേടി കൊണ്ടാണ് ആരും മുതൽ മുടക്കാൻ. ഇപ്പോൾ കുണിയ അതൊരു ചാലഞ്ചിങ് ആയിരുന്നു അല്ലേ? അതൊരു ചാലഞ്ചിങ്. അയാൾ അതിൻ്റെ വലിയൊരു തുക ചെലവഴിച്ചുകൊണ്ടാണ് ആ സ്ഥാപനം ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ കെട്ടിടങ്ങളും
മറ്റും സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാവി എങ്ങനെയാണെന്നില്ല അറിയണം. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ വന്നാൽ ഇനിയും വിദ്യാഭ്യാസത്തിന് നല്ല ഒരവസരം കാസർഗോഡ് ജില്ലയിലുണ്ട്. ഒന്നാമത് വിദ്യാഭ്യാസം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ജനങ്ങളാണ് പൊതുവെ കേരളത്തിലെയും അതുപോലെ മലബാറിലെയും. ഇപ്പോൾ പഴയ കാലങ്ങളിൽ ഈ പഞ്ചായത്തിൽ ഒരേ സ്കൂളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പഞ്ചായത്തിൽ, അതായത് സാറിൻ്റെ കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം 11ഓളം ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പഞ്ചായത്തിന് മാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കൂടിക്കൂടി വരുന്നുണ്ട്. എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് +2 SSLC പരീക്ഷ കഴിഞ്ഞാൽ മംഗലാപുരത്തിനെ കർണാടകയെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇന്നും നിലവിലുള്ളത്. ഒരുപക്ഷെ അധികവും കർണാടകത്ത് ബാംഗ്ലൂരിലൊക്കെ ഉള്ള കോളേജിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓണേഴ്സ് അധികവും കാസർഗോട്ടുകാരാണ് എന്ന് കേൾക്കാറുണ്ട്. അത് ശരിയല്ലേ സർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യാന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കാസർഗോഡായിരുന്നില്ല. അതേപോലെ മറ്റു പലതും ഇപ്പോൾ പല ആശുപത്രികളും അവരും ബേസ് കാസർഗോഡാണ്. ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആയേക്കാം. കേരളത്തിൽ ആരംഭിക്കാൻ ഒന്നിനും അനുവാദം കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും കാസർഗോഡ് മംഗലാപുരത്തേക്ക് പോയത്. തീർച്ചയായിട്ടും ഇപ്പോൾ അനുവാദം കിട്ടുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു സാധ്യത ചെറിയൊരു വാതിൽ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ സാധ്യതകളുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സർ, നമ്മുടെ PA കോളേജ് അടക്കം കർണാടകയിലാണ്. ഇപ്പോൾ PA കോളേജ് ഈ ഭാഗത്തുണ്ടായ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് കർണാടക ബോർഡറിലാണ്. PA ഇബ്രാഹിം ഹാജി ഇപ്പോൾ പള്ളിക്കര സ്വദേശിയല്ലേ. അതെ. അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പഠിച്ചിറങ്ങാൻ കാസർഗോഡുകാരാണ് പഠിച്ചിറങ്ങുന്നത്. 90% വിദ്യാർത്ഥികളും കാസർഗോഡുകാരാണ്. കാസർഗോഡ് അപ്പോൾ കർണാടകയിൽ അത്രയും സപ്പോർട്ട് കർണാടക ഗവൺമെന്റിന്റെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം അവർ അങ്ങോട്ടേക്ക് ചേക്കേറി പോകുന്നത് എന്നുള്ളത് അല്ലേ സർ? അപ്പോൾ അതേപോലെ സർ, നമ്മുടെ മരണപ്പെട്ടു പോയ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു മർഹൂം ചെർക്കളം അബ്ദുള്ള സാഹിബും അതേപോലെ തന്നെ PB അബ്ദുൾ റസാഖ് സാഹിബും. അവരുടെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു സർ, പ്രവർത്തന രീതികൾ? ചെർക്കളം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് മാത്രമല്ല UDFന്റെ ഒരു മുഖമായിരുന്നു ചെർക്കളത്തിൻ്റെ കാലത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠതയും ആജ്ഞാശക്തി, കമാൻഡിങ് പവറുള്ള ഒരു നേതാവ് ഇപ്പൊന്നും ഈ അടുത്ത ഭാവിയിലൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അത്രയും ശക്തനായ പകരം വെക്കാൻ ഒരാൾ അല്ലെങ്കിൽ കാണിക്കാൻ ഒരാൾ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചെറുക്കളത്തിന് പോലെ ഒരാളെ കിട്ടാനുള്ളൊരു സംസ്ഥാനത്ത് തന്നെ മറ്റ് മന്ത്രിയായിരുന്ന സമയത്ത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വരെ ആനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ മന്ത്രിയായപ്പോഴും അതിനുശേഷവും പാർട്ടിക്കും നാടിനും അദ്ദേഹത്തിന്റെ ആ ഒരു ഗാംഭീര്യം എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് സർ? അല്ല, അദ്ദേഹം ഉണ്ടാകാൻ പറ്റില്ല. ന്യൂനപക്ഷ ഒരു ചെറുക്കളത്തിൽ ഇപ്പം മറ്റേ PSC ട്രെയിനിങ് സെൻറ്റർ, ഇതുപോലെ പല സ്ഥാപനങ്ങളും അദ്ദേഹം കൊണ്ടുവന്നതാണ്. ചെറുക്കളത്തിൽ നിന്ന് മാത്രമല്ല പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ മുസ്ലിം ലീഗിനും അതേപോലെ തന്നെ പ്രവർത്തകർക്കും ഇടയിൽ എന്നും ഒരു നിത്യഹരിത നായകനായി അദ്ദേഹം ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പലപ്പോഴും അമിതാവേശങ്ങൾ പ്രവർത്തകരുടെ സാറിനെ അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കാറുണ്ടോ? ഇല്ല, ഞാനങ്ങനെ ഒരു അമിതാവേശം കാണിക്കാറില്ല. എന്നാലും ചിലപ്പോ പ്രായമില്ല, പ്രായത്തിൻ്റെതായ, പക്ഷെ ശാരീരികമായിട്ട് അത് കാണുന്നില്ല സാർ. പ്രായം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. അല്ല, പ്രായം കൂടുമ്പം ഈ ആവേശം കുറയുമല്ലോ പൊതുവെ. തീർച്ചയായിട്ടും. അപ്പോൾ സാർ, പുതിയതായിട്ട് നമ്മുടെ പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് സാർ? നല്ല വിദ്യാഭ്യാസം നേടി നാടിന് ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം ഈ പുതിയ തലമുറ വളർന്നു വരേണ്ടത്. മറ്റും വ്യാപനം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഒരു മതേതര സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാണ് പറയുന്നത്. സംഘർഷമില്ലാത്ത നല്ല സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ കെട്ടിപ്പടുക്കാൻ
പുതുതലമുറ ശ്രമിച്ചാൽ സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. അത് വളരെ മഹത്തായ ഒരു കാര്യം കൂടിയാണ്. അത് മാഫിയകളുടെ കയ്യിൽ പെട്ടുപോയി നമ്മുടെ ഒരു യുവതലമുറ ഞെരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ, അത് വളരെയധികം പരിതാപകരവും അതുപോലെ തന്നെ അപകടകരമാണ്. അതെല്ലാവരും ചിന്തിക്കുക. സാറ് പറഞ്ഞ പോലെ എല്ലാ കുടുംബങ്ങളിൽ, ഓരോ വീടുകളിൽ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്രയും സമയം ഈ ഒരു തിരക്ക് പിടിച്ച സാഹിബിൻ്റെ ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മൾക്ക് തന്ന ഈ ചെറിയൊരു സമയത്തിന് ഒരുപാട് നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ സർ, തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്കും അതേപോലെ തന്നെ കല്ലട്ര ഫാമിലിക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. ഓക്കെ.